നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് NRIs ആയ സുഹൃത്തുക്കൾക്കും NRI സ്റ്റാറ്റസിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുമായിരിക്കും. എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള ഒരു ചെറിയ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം. എനിക്ക് വളരെ ചെറിയൊരു പ്രവാസ കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനത് ആ ഒരു രീതിയിലേക്ക് ചെറുതാക്കാനായിട്ട് ഉദ്ദേശിച്ചിരുന്നില്ല ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എനിക്ക് വളരെ നേരത്തെ തന്നെ പ്രവാസ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നു. ഈ പ്രവാസത്തിലേക്ക് ഞാൻ കടക്കുന്ന സമയത്ത് എനിക്ക് വലിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം നാട്ടിൽ നല്ല ഒരു കോളേജിൽ കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു, നാട്ടിൽ തന്നെ നല്ലൊരു ജോലിയൊക്കെ അന്വേഷിച്ചു, കിട്ടിയില്ല. അങ്ങനെ കിട്ടാതിരിക്കുന്ന സമയത്ത് സ്വന്തമായ ഒരു പ്രസ്ഥാനമൊക്കെ ആരംഭിച്ചു. അത് നല്ല രീതിയിൽ പൊട്ടി പാളീസായി. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ലെസണായിട്ട് അതിനെ എടുത്താൽ മതി. ഏതായാലും സാമ്പത്തിക ബാധ്യതകൾ കാര്യമായി ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത്. ഈ ഗൾഫിലേക്ക് പോകാനായിട്ടുള്ള ഓപ്ഷൻ മുന്നേ തന്നെ വന്നിരുന്നു. എന്നാൽ ഇഷ്ടമില്ലായ്മയാണ് നമുക്ക് പലപ്പോഴും പ്രവാസത്തിലേക്ക് പോകുന്ന സമയത്ത്. നമ്മളുടെ ആ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഇന്നത്തെ യൂത്ത് പോകുന്നത് പോലെയല്ല ഗൾഫ് കൺട്രീസിലേക്ക് പല ആളുകളും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അവസാനം മനസ്സോടെ ഞാൻ കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറി. എന്നാൽ വിമാനത്തിലേക്ക് കയറി കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര സമാധാനം തോന്നി. എന്തെന്നില്ലാത്ത ഒരു പ്രതീക്ഷ വരികയാണ്. നമ്മളുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസ് മാറുകയാണ്, നമ്മുടെ സ്റ്റാറ്റസ് മാറുകയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടി പോവുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നല്ല അവസരങ്ങൾ ഇനി മുന്നോട്ടേക്ക് ഉണ്ടാവും. നമ്മൾ കയറി, നമുക്കൊരു വിസ അടിച്ചു തന്നു, നമ്മൾ കയറി, നമ്മളെ ഒരാൾ അവിടെ റിസീവ് ചെയ്യാനായിട്ടുണ്ട്. വലിയ സമാധാനം തോന്നി. അതുകൂടാതെ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു മൊമെന്റ്, എൻ്റെ ലൈഫിൽ എൻജോയ് ചെയ്ത ഒരു മൊമെന്റ് എന്ന് പറയുന്നത്, ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു സമയത്ത് നമ്മൾ ഈ ദുബായിയുടെ മുകളിൽ നിന്നുള്ള ഒരു ദൃശ്യം കാണും. നൈറ്റ് ആയിരുന്നു. അപ്പോൾ നല്ല ലൈറ്റ് എല്ലായിടത്തും. ആ ഒരു ലൈറ്റൊക്കെ കണ്ടപ്പോഴത്തേന് എന്തോ രക്ഷപ്പെടാൻ പോവുകയാണ് എന്നുള്ള വല്ലാത്തൊരു സന്തോഷം എനിക്ക് തോന്നി. ഈ ഒരു കാഴ്ച, ഈ ഒരു അനുഭവം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. ഇത്ര പ്രതീക്ഷയോടെ നമ്മൾ സമീപിക്കുന്ന നമ്മളുടെ പ്രവാസ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് ഞാൻ പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ഒരു NRI ടേം ഇൻഷുറൻസ് ആണ്. പറയുമ്പോൾ വളരെ ചെറുതാണ്, നമ്മൾ അതിനുവേണ്ടി മുടക്കേണ്ട തുകയും വളരെ ചെറുതാണ്. എന്നാൽ അത് നമ്മളുടെ ജീവിതത്തിൽ തരുന്ന ഒരു സുരക്ഷാ ഫീലിംഗ് ഉണ്ടല്ലോ, അത് എടുത്ത ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു സംഗതിയാണ്. ടേം ഇൻഷുറൻസിന്റെ പരിരക്ഷയുള്ള ആളുകൾ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അത് എടുക്കാനുണ്ടായ ഒരു സാഹചര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ബാക്കിയുള്ള ആളുകൾക്കും അതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ ചെറിയൊരു തുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓൺലൈനായിട്ട് ടേം ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് 802 രൂപയ്ക്ക് 2 കോടി വരെയൊക്കെ സുരക്ഷ നൽകുന്ന ടേം ഇൻഷുറൻസുകളുണ്ട്. ഈ പ്രായവും ടേം ഇൻഷുറൻസ് പർച്ചേസും തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ചിട്ട് ആദ്യം തന്നെ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഏറ്റവും ചെറിയ പ്രായത്തിൽ നിങ്ങളൊരു ടേം ഇൻഷുറൻസിന്റെ പരിരക്ഷ എടുക്കുമ്പോഴാണ് ഏറ്റവും കുറഞ്ഞ പ്രീമിയത്തിൽ നിങ്ങൾക്കത് ലഭിക്കുക. ഉദാഹരണമായി 18 വയസ്സുള്ള ഒരാൾ, 20 വയസ്സുള്ള ഒരാൾ ടേം ഇൻഷുറൻസ് 2 കോടി രൂപയ്ക്ക് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടയ്ക്കുന്ന ഒരു പ്രീമിയം ആയിരിക്കില്ല നിങ്ങൾ 30 വയസ്സിലോ 35 വയസ്സിലോ 2 കോടി രൂപയുടെ ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അടയ്ക്കേണ്ടി വരിക. നിങ്ങൾ ഏറ്റവും നേരത്തെ ടേം ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ ടേം ഇൻഷുറൻസിനെ കുറിച്ചിട്ട് വളരെ കാര്യമായിട്ട് തന്നെ അവയർനെസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൊന്നും അല്ല നമ്മൾ നിൽക്കുന്നത്. 2024 Q3 ഫിനാൻഷ്യൽ ഇയറിലെ ഇയർ ഓവർ ഇയർ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് 130% ആണ്. അപ്പോൾ 130%-ലധികം ഗ്രോത്ത് ഈ ടേം ഇൻഷുറൻസ് പർച്ചേസുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനാണ് നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുക്കുന്നത്? ഞാൻ മുന്നേ പറഞ്ഞ അതേ കാര്യം തന്നെ. വലിയ പ്രതീക്ഷയോടെ കുടുംബത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പ്രവാസ ജീവിതത്തിലേക്ക് പോവുകയാണ്. പല ആളുകൾക്കും വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം ഉണ്ടായിരിക്കും, അതിനുവേണ്ടി ലോൺ എടുത്തിട്ടുണ്ടായിരിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും, അവരുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്. മാതാപിതാക്കൾ, അവരുടെ ആരോഗ്യം എന്നീ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒത്തിരിയധികം ആവശ്യങ്ങളുമായിട്ട് ഒരാൾ പ്രവാസ ജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമ്മുടെ അഭാവത്തിലും ഈ ഒരു കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്ലാൻ ബി നമ്മൾ ആലോചിച്ച് വെക്കേണ്ടതുണ്ട്. ലോകത്ത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമ്മൾ എപ്പോഴും വാർത്തകളിൽ കേൾക്കുന്നതാണ്. അവിചാരിതമായിട്ടുള്ള അപകടങ്ങൾ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. നിരവധി ആളുകൾ മരണപ്പെടുന്നുണ്ട്. അതിലൊരാളായിട്ട് നമ്മൾ മാറുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബാധ്യതകൾ, നമ്മളുടെ കുടുംബത്തിന്റെ ബാധ്യതകളായിട്ട് മാറാതിരിക്കാൻ വേണ്ടി, അവരെ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് നമ്മളുടെ ബാധ്യതകളിലെങ്കിലും ഒരു ടേം ഇൻഷുറൻസിന്റെ പരിരക്ഷയിലേക്ക് കൊണ്ടുവരണമെന്ന് പലപ്പോഴും ആളുകൾ സജസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഇതിന്റെ ഒരു തംബ് റൂൾ എന്ന് പറയുന്നത് ഇത് നമ്മളുടെ വാർഷിക വരുമാനത്തിന്റെ 10 ഇരട്ടി ടേം ഇൻഷുറൻസ് പരിരക്ഷ എടുക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ടേം ഇൻഷുറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു അപകടം കൊണ്ട് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഒരു അപകടം കൊണ്ട് തുടർന്ന് ജോലി ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ
നമ്മുടെ ബാധ്യതകൾ ഇതിൽ കവറാവും. നമ്മളുടെ കുടുംബത്തിന് സം അഷ്വേർഡ് ആയിട്ട് ഇപ്പോൾ 1 കോടി രൂപയാണെങ്കിൽ അത് കുടുംബത്തിന് ലഭിക്കും. അതേപോലെ തന്നെ ടാക്സ് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു പണം അവർക്ക് ലഭിക്കുന്നതാണ്. അതേപോലെ എന്തുകൊണ്ടാണ് NRIs ആയിട്ടുള്ള ആളുകൾ ഇന്ത്യയിൽ നിന്ന് ടേം ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്യണം എന്ന് പറയുന്നത്? കൂടുതൽ ആളുകളും അങ്ങനെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരൊറ്റ റീസൺ കൊണ്ടാണ് 30 മുതൽ 50% വരെയൊക്കെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇന്ത്യയിൽ ടേം ഇൻഷുറൻസുകൾ വിൽക്കപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടേം ഇൻഷുറൻസുകൾ ചെലവ് കുറഞ്ഞ രീതിയിലാണ്. NRIs ഒക്കെ NRI അക്കൗണ്ടിൽ നിന്നിട്ട് ഈ ടേം ഇൻഷുറൻസുകളുടെ പേ ഔട്ട് നടത്തുന്ന സമയത്ത് തന്നെ 18% GST അവർക്ക് അടയ്ക്കേണ്ടതില്ല. അതേപോലെ ഇപ്പോൾ മന്ത്ലി പ്രീമിയം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാറ്റി ഇയർലി പ്രീമിയം ആയിട്ട് ഒന്നിച്ചടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ 5% നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ആൾ ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്ന് കമ്പയർ ചെയ്യുന്ന സമയത്ത് 23% ലാഭമുണ്ട്. ഇപ്പോൾ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ കാര്യമായിട്ട് തന്നെ ടാക്സ് ചെലവുകളൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ടേം ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്യുന്ന ഗൾഫ് പ്രവാസികളുടെ ഒരു കണക്കൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 65% ആളുകളും ടേം ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്യുന്നത് UAE നിന്നൊക്കെയാണ്. ബാക്കി 35% ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ, കുവൈറ്റ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ്. ഈ ടേം ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്യുന്നു ഇത്രയധികം ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ലിറ്ററസി എത്രത്തോളം ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ ഇന്ത്യയിലെ ടേം ഇൻഷുറൻസുകളുടെ മറ്റൊരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 99 വയസ്സ് വരെയൊക്കെ ടേം ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. ഇപ്പോൾ UK USA എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരവിടെ 30-40 വർഷം വരെയൊക്കെ ഒരു മനുഷ്യന് ടേം ഇൻഷുറൻസ് പരിരക്ഷ നൽകാറുള്ളൂ. അതായത് ഒരു 85 വയസ്സ് വരെയൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു അഡീഷണൽ ബെനിഫിറ്റ് കൂടെ ഇവിടെ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കാറുണ്ട്. അതേപോലെ 90% ആളുകളും ടേം ഇൻഷുറൻസ് പരിരക്ഷ എടുക്കുന്ന സമയത്ത് ചൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ ലിമിറ്റഡ് പേ ആണ്. അതായത് കുറച്ച് കാലം കൊണ്ട് നമുക്ക് ജോലിയൊക്കെ ഉള്ള ആ ഒരു കുറച്ച് കാലം കൊണ്ട് ആ ഒരു പ്രീമിയം തുക മുഴുവനായിട്ട് അടച്ച് തീർക്കുക. അല്ലെങ്കിൽ നമ്മൾ പിന്നീടും ഇങ്ങനെ പ്രീമിയം അടച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അടയ്ക്കുന്നത് വഴി വലിയ കാര്യമായിട്ടുള്ള ഒരു പെർസെൻറ്റേജ് നമുക്ക് ലാഭവുമുണ്ട്. അതും ഈ ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന ലാഭത്തിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. ഒരു കാലം വരെയൊക്കെ ടേം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ആളുകൾ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമായിരുന്നു, നമ്മൾ ഈ അടയ്ക്കുന്ന പ്രീമിയം തുക മുഴുവൻ നമുക്ക് വേസ്റ്റ് ആണ്. നമുക്ക് എന്തെങ്കിലും അരുതാത്തത് സംഭവിച്ചെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. നമുക്കരുതാത്തത് സംഭവിച്ച് ആ ഒരു പണം മുതലാക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള പ്രീമിയം തിരികെ കിട്ടാനായിട്ടുള്ള ഓപ്ഷനുണ്ട്. ഈ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ട് മാത്രം ആ ഒരു ഓപ്ഷൻ ആളുകൾ ചൂസ് ചെയ്യുക. ഈ പ്രീമിയം തിരിച്ചു കിട്ടുന്ന തരത്തിലേക്കുള്ള ടേം പ്ലാനുകൾ എടുക്കുന്ന സമയത്ത് സ്വതവേ ചെലവ് കൂടുതലാണ്. നമ്മൾ ഈ പറയുന്ന ചെറിയൊരു തുക മന്ത്ലി അടച്ചിട്ട് അത് കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു കിട്ടുന്ന സമയത്ത് അന്നത്തെ പണത്തിന്റെ മൂല്യവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡായിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളിപ്പോൾ അഡീഷണൽ ആയിട്ട് അടയ്ക്കുന്ന തുക നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിലോ വല്ലതും SIP ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ ബെനിഫിറ്റ് അതിൽ നിന്ന് ഷുവർ ആയിട്ട് ലഭിക്കും. ഇപ്പോഴത്തെ ടേം ഇൻഷുറൻസുകളുടെ മറ്റൊരു വലിയ പ്രത്യേകത എയർലി പേ ഔട്ട് ആണ്. ഇപ്പോൾ ഒരു ടെർമിനൽ ഇൽനസ് വരികയാണ്, നമുക്കൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നിട്ട് ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി, നമുക്ക് അംഗഭംഗം ഉണ്ടായി, നമുക്ക് പെർമനന്റ് ഡിസേബിലിറ്റി ഉണ്ടായി, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ എയർലി പേ ഔട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. ഏതായാലും എങ്ങനെയാണ് നമുക്ക് ഓൺലൈനായിട്ട് ഒരു ടേം ഇൻഷുറൻസ്, ഒരു NRI ടേം പ്ലാൻ പർച്ചേസ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാൻ തൊട്ട് താഴെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആണ് കാണാനായിട്ട് സാധിക്കുക. അവിടെ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. പേര് ടൈപ്പ് ചെയ്തതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്യുക. പ്രായവും ടേം ഇൻഷുറൻസിന്റെ പ്രീമിയം തമ്മിലുള്ള കണക്ഷനെ കുറിച്ചിട്ട് ഞാൻ മുന്നേ തന്നെ പറഞ്ഞിരുന്നു. അടുത്തതായി നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക. നിങ്ങൾ NRI ആണ്, നിങ്ങൾ ഉള്ള രാജ്യം സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ UAE ആണെന്നുണ്ടെങ്കിൽ UAE ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരും. അപ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID നൽകുക. വ്യൂ പ്ലാൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലാനുകളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ അപ്ഡേറ്റുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട്, അത് ഇന്ത്യൻ റുപ്പിയിലാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന ആളുകളാണോ ടൊബാക്കോ ചവയ്ക്കുന്ന ആളുകളാണോ എന്നുള്ളത് ഇവിടെ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ സിഗരറ്റ് വലിക്കുന്ന, പുകയില ചവയ്ക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ അവിടെ yes എന്ന് കൊടുക്കുക. ചെറിയൊരു പ്രീമിയം മാത്രമായിരിക്കും നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് വരിക. അല്ല എന്നുണ്ടെങ്കിൽ അവസാനം നിങ്ങളുടെ ആ ഒരു ടേം ഇൻഷുറൻസ് പരിരക്ഷ റിജക്റ്റ് ആവാനായിട്ടുള്ള സാഹചര്യം വരെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മണ്ടത്തരം കാണിക്കാതിരിക്കുക. ടേം ഇൻഷുറൻസ് പരിരക്ഷയുടെ ചെലവ് കൂടുന്നതിനെ കുറിച്ചിട്ട് അവിടെ ഒരു വിൻഡോയിൽ നമ്മൾ കണ്ടു. ടേം ഇൻഷുറൻസ് പരിരക്ഷ എത്ര നേരത്തെ നമ്മൾ എടുത്തു വെക്കുന്നു അത്രയധികം ബെനിഫിറ്റ് ആണ് നമുക്ക്. കാരണം നമ്മൾ എടുക്കുന്ന ആ ഒരു സമയത്തെ പ്രീമിയം മാത്രമായിരിക്കും നമുക്ക് പിന്നീട് അടയ്ക്കേണ്ടി വരിക. നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള പ്രീമിയം തുകയായിരിക്കും ലഭിക്കുന്നത്. പ്രായം കുറവാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ പ്രീമിയം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ ഏകദേശം 51ഓളം കമ്പനികളുടെ ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക്
താല്പര്യമുള്ള പ്ലാനുകൾ കമ്പയർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പേയ്മെന്റ് ടൈപ്പ് മന്ത്ലി ആണോ ഇയർലി ആണോ എന്നുള്ള ഒരു കാര്യമൊക്കെ നമുക്ക് അവിടെ കൊടുക്കേണ്ടതുണ്ട്. ഈ പേയ്മെന്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് വേണ്ട കമ്പനികൾ ചൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഒക്കെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. ഇപ്പോൾ ഏജന്റ് പറയുന്ന ഒരു കമ്പനി അല്ല നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ വളരെയധികം പഠിച്ചിട്ട് മാത്രം ഒരു കമ്പനി ചൂസ് ചെയ്യുക. അങ്ങനെ ഒരു കമ്പനി ചൂസ് ചെയ്ത് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലർ പേയും അതേപോലെ തന്നെ ലിമിറ്റഡ് പേയും ഉള്ള ഒരു ഓപ്ഷൻ കാണിക്കും. ലിമിറ്റഡ് പേയുടെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കാം. ലിമിറ്റഡ് പേയിൽ സേവ് ചെയ്യുന്ന സമയത്ത് 7,37,000 രൂപ സേവിങ്സിനെ കുറിച്ചിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. 60% കസ്റ്റമേഴ്സ് അങ്ങനെ ചൂസ് ചെയ്യുന്നു എന്ന് ഒരു കമ്പനി പറയുന്നുണ്ട്. ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ഒരു ലാഭം. അപ്പോൾ ലിമിറ്റഡ് പേ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ആളുകൾക്ക് ശ്രമിക്കുക. നിങ്ങളുടെ വരുമാന പരിധി അനുസരിച്ച് കൂടുതൽ ബേർഡൻ ആവാത്ത ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിരിക്കുന്ന ലിങ്ക് വഴി ഓൺലൈനായി നിങ്ങൾ ടേം ഇൻഷുറൻസ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ പ്രീമിയത്തിൽ 5% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് ആണോ എടുക്കുന്നത് ആ ഒരു കമ്പനിയെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രം ഇൻഷുറൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ പേ ഔട്ട് ഓപ്ഷൻസിലൊക്കെ നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കേണ്ടതാണ്. ലിമിറ്റഡ് പേ ഓപ്ഷൻസ് ഉപയോഗിക്കാൻ സാധിക്കുന്ന ആളുകൾ അങ്ങനെ ഉപയോഗിക്കുക. EMI പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ വളരെ ആലോചിച്ചിട്ട് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള കമ്പയർ ചെയ്യാനായിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ച് വളരെയധികം ആലോചിച്ച് നിങ്ങളുടെ കുടുംബത്തിനെ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കാൻ വേണ്ടി ഒരു ടേം ഇൻഷുറൻസ് പരിരക്ഷ ഇന്ന് തന്നെ ഉറപ്പാക്കാനായിട്ട് ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി.